ദിനേശേട്ടാ, നീയോ എന്നാ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അരോണേ, നീ വാർത്തയൊന്നും കേൾക്കാറില്ല? ആര് വാർത്ത കേൾക്കുന്നത്? ദിനേശന്റെ കാര്യം പറയുന്നേ. 1-2 ഗുളികകളൊക്കെ അല്ലേ ഡോക്ടർ തന്നിരുന്നത്. ടെസ്റ്റും അങ്ങനെയല്ലേ ചെയ്തിരുന്നത്. ഇനിയിപ്പോ അത് മാറാൻ പോവാ. അതിനിപ്പോ എന്താ സംഭവിച്ചത് ദിനേശേട്ടാ? എടാ ആരോണേ, നമ്മുടെ ഹോസ്പിറ്റലുകളുണ്ടല്ലോ, ബ്ലാക്ക് സ്റ്റോൺ, KKR തുടങ്ങിയ വൻകിട കമ്പനികളുണ്ടല്ലോ, നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ട് ഏറ്റെടുത്തോണ്ടിരിക്കുക. അത് നല്ല കാര്യല്ലേ? നല്ല സൗകര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വരികയില്ലേ? പിന്നെ എന്താ കുഴപ്പം? അത് ശരിയാ, നിന്റെ പോക്കറ്റും കീറിക്കൊണ്ട് അവരങ്ങ് പോകും. ആരോണേ, ഇനി നമ്മുടെ ഡോക്ടേഴ്സിനുണ്ടല്ലോ, സെയിൽസ് എക്സിക്യൂട്ടീവിനെ പോലെ ആദ്യ വേറെ നിവൃത്തിയില്ല. നേരത്തെ നിനക്ക് 2 ഗുളിക തന്നെടുത്ത് ഇനി 4, 5, 6 ഗുളികകളൊക്കെ എഴുതണം. അതുപോലെ ടെസ്റ്റുകള് 6, 7, 8 ഒക്കെ എഴുതണം. പിന്നെ അവർക്ക് ടാർഗറ്റുകളടാ. ഇപ്പൊ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. ദിനേശേട്ടാ, നമുക്കങ്ങ് മാറാന്നേ, നമ്മുടെ ജീവിതശൈലി അങ്ങ് മാറ്റാന്നേ. രോഗികളുണ്ടെങ്കിലല്ലേ ഇവന്മാർക്ക് നമ്മളെ കൊള്ളയടിക്കാൻ പറ്റുള്ളൂ.